Hi everyone, welcome back to my channel. ഒഡീഷയിലെ തീരദേശ നഗരമായ പുരിയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. വാസ്തുവിദ്യകൾ കൊണ്ടും വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന രഥയാത്ര പ്രശസ്തമാണ്. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന രഥോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്താറുള്ളത്. പുരി നഗരം തന്നെ അതിന്റെ നിലനിൽപ്പിന് ഈ ക്ഷേത്രത്തെ ആശ്രയിക്കുന്നു. ജഗന്നാഥനായ മഹാവിഷ്ണു അഥവാ ആദിനാരായണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. 12ാം നൂറ്റാണ്ടിൽ ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായ അനന്തവർമ്മനാണ് പുരിയിൽ പുരുഷോത്തമ ജഗന്നാഥന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഈ ക്ഷേത്രത്തിന്റെ പണി തീർന്നു. 1230 രാജാവായിരുന്ന അനംഗഭീമൻ മൂന്നാമൻ സാമ്രാജ്യം ദേവന്റെ പേരിൽ സമർപ്പിക്കുകയും താൻ ദേവന്റെ ദാസനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പാണ്ഡവരുടെ യമപുരിയിലേക്കുള്ള യാത്രാമധ്യേ സപ്തഋഷിമാർ മോക്ഷം ലഭിക്കാൻ ചാർദോം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ഉപദേശിച്ചിരുന്നു. 4 ക്ഷേത്രങ്ങളാണ് ചാർദോം എന്നറിയപ്പെടുന്നത്. ഇതിലൊന്നായിരുന്നു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില നിഗൂഢ രഹസ്യങ്ങളും കേൾക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന താഴികക്കുടത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പതാക ഇപ്പോഴും കാറ്റിൽ പാറിപ്പറക്കുന്നത് കാണാം. എന്നാൽ വിചിത്രമായ സംഭവം എന്തെന്നാൽ ഈ പതാക പറക്കുന്നത് കാറ്റിന്റെ എതിർദിശയിലാണ്. ഇതിന്റെ പിന്നിലെ രഹസ്യം ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സുദർശന ചക്രമാണ് മറ്റൊരു കൗതുകകരമായ സംഭവം. 20 അടി ഉയരവും 1 ടൺ ഭാരവുമുള്ള ചക്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുരി നഗരത്തിൽ എവിടെ നിന്നാലും ഈ ചക്രം കാണാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. എവിടെ നിന്ന് നോക്കിയാലും ചക്രം നമുക്ക് അഭിമുഖമായി തന്നെ നിൽക്കുന്നത് കാണാം. ഇതിനു പിന്നിലെ വാസ്തുശാസ്ത്ര വിദ്യ എന്താണെന്നും ആർക്കും അറിയില്ല. പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നോ ഫ്ലൈയിങ് സോണിൽ ഉൾപ്പെടുന്നതല്ല. എങ്കിലും ഈ ക്ഷേത്രത്തിന് മുകളിലൂടെ വിമാനങ്ങൾ പറക്കാറില്ല. ഇതൊരു പക്ഷേ സ്വാഭാവികമാകാം. പക്ഷെ ക്ഷേത്രത്തിന് മുകളിലൂടെ പക്ഷികൾ പോലും പറക്കില്ല എന്നത് വിചിത്രമായ ഒരു സംഭവം തന്നെയാണ്. നിഴലില്ലാത്ത ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം എന്നതും വിചിത്രമാണ്. ഇതിനു പിന്നിലെ രഹസ്യവും ആർക്കും അറിയില്ല. ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയാണ് ഇതിന് കാരണമെന്ന് ചിലർ പറയുമ്പോൾ ദൈവിക ശക്തിയാണ് ഇതിനു പിന്നിലെ കാരണമെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. എന്നാൽ സത്യം ഇപ്പോഴും നിഗൂഢമായി തന്നെ തുടരുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് 4 വാതിലുകളുണ്ട്. ഇതിൽ പ്രധാന വാതിൽ അറിയപ്പെടുന്നത് സിംഹദ്വാരം എന്നാണ്. ഈ വാതിൽ വഴി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കടലിരമ്പുന്ന ശബ്ദം കേൾക്കാനാകും. എന്നാൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച ശേഷം തിരികെ ഇറങ്ങി വീണ്ടും കയറാൻ ശ്രമിച്ചാൽ ഈ ശബ്ദം കേൾക്കാനാവില്ല. ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുമ്പോഴും ഈ ശബ്ദം കേൾക്കാനാവില്ല. ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കുന്ന പാഠമാണ് പകൽ സമയങ്ങളിൽ കാറ്റ് കടലിൽ നിന്ന് കരയിലേക്കും രാത്രി സമയങ്ങളിൽ തിരിച്ചുമായിരിക്കുമെന്നത്. എന്നാൽ പുരിയിൽ നേരെ വിപരീതമാണ് സംഭവിക്കുന്നത്. ഈ പ്രതിഭാസത്തിനും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും പൂജാരി ക്ഷേത്രത്തിന് മുകളിൽ കയറി പതാക മാറ്റി സ്ഥാപിക്കാറുണ്ട്. 1800 വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു ചടങ്ങാണിത്. ഈ ചടങ്ങ് ഇതുവരെ മുടങ്ങിയിട്ടില്ലത്രേ. 45 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരം വരും പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്. ഒരു പക്ഷേ ഈ ചടങ്ങ് എന്തെങ്കിലും കാരണവശാൽ നടന്നില്ലെങ്കിൽ അടുത്ത 18 വർഷം ക്ഷേത്രം അടഞ്ഞു കിടക്കുമെന്നാണ് വിശ്വാസം. ലോക പ്രശസ്തമാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ മഹാപ്രസാദം. എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ പാചകപ്പുരയിൽ 20,000 പേർക്കുള്ള ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പാചകപ്പുര എന്നാണ് ക്ഷേത്രത്തിലെ തുറസായ സ്ഥലത്ത് സജ്ജീകരിച്ചിരിക്കുന്ന പാചകപ്പുര അറിയപ്പെടുന്നത്. ഏകദേശം 600ഓളം പാചകക്കാരാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അടുക്കളയിൽ പാചകം ചെയ്യുന്നത്. വിശേഷ ദിവസങ്ങളിൽ 50,000 പേർക്ക് വരെയുള്ള ഭക്ഷണം ഇവിടെ തയ്യാറാക്കും. വിവിധ മതവിഭാഗത്തിലുള്ളവർ ഇവിടെ എത്താറുണ്ട്. പാചകത്തിനായി ഇവിടെ മൺപാത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. മൺകലങ്ങളിൽ വിറകടുപ്പിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രസാദം പാകം ചെയ്യുന്നത്. ഇതിനായി 7 കലങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി സജ്ജീകരിച്ച് പാചകം ആരംഭിക്കും. ആദ്യം പാകമാകുന്നത് ഏറ്റവും മുകളിലിരിക്കുന്ന കലത്തിലെ ഭക്ഷണമായിരിക്കുമെന്നതാണ് മറ്റൊരു വിചിത്രമായ സംഭവം. താഴെയുള്ള കലങ്ങളിലെ ഭക്ഷണം ഒന്നിനു പിന്നാലെ ഒന്നായി പാകമാകും. ഇന്ത്യയിലെ തന്നെ മഹത്തായ 4 ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.